ഗൈസ്, ഗുഡ് മോർണിംഗ്. കാരണം ഞാൻ മോർണിംഗ് എടുക്കുന്ന വീഡിയോ ആണ്. മേ ബി നിങ്ങളിത് രാത്രിയായിരിക്കും കാണുക. വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. കാരണം കുറേ ഇത് പറയാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയില്ല. വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ഒരു ടോപ്പിക് റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയും ബാക്കി കണ്ടൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് ആക്റ്റീവായി നിൽക്കുന്നത് ഈ ടോപ്പിക് റിയാക്ഷൻ വീഡിയോസാണ്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിന് കുറച്ചും കൂടെ കാണാൻ താല്പര്യം ഈ വീഡിയോ ആണ്. കാരണം അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഇതിൽ പോകുന്നത്. ആൻഡ് അതിലുപരി എനിക്കും സുഖം ഈ വീഡിയോ ആണ്. കാരണം ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ വീഡിയോൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് അമ്മേനെയോ അല്ലെങ്കിൽ എനിക്കോ സാഹചര്യം ഉണ്ടാക്കി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ടൈമാണ്. ഇതാവുമ്പോൾ എനിക്കൊരു ടോപ്പിക്ക് നന്നായി റെഫർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് എനിക്ക് ഇവിടെ ഇരുന്ന് ഒരു 10 to 15 മിനിറ്റ്സിനുള്ളൊക്കെ എടുത്താൽ പിന്നെ അതിനുള്ളൊരു താല്പര്യം ഇഷ്ടം കൊണ്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ തുടങ്ങിയ സമയം തൊട്ട് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ കുറേ വിഷയങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഡെയിലി എനിക്ക് 10-12 ടോപ്പിക്കുകൾ ഇങ്ങനെ വലിച്ചു വാരിയിടാനുണ്ടാവും. എനിക്ക് സംസാരിക്കണം തോന്നുന്ന അല്ലെ എന്നെക്കൊണ്ട് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ടോപ്പിക്സ് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. എന്നോട് കുറേ പേര് ചോദിച്ചതാണ് വൈ ഓപ്പറേഷൻസ് എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല, എന്ത് പറ്റി, ബാക്കി എല്ലാ ചവറും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച ആൾക്കാരോട് എനിക്ക് പറയാനുള്ള 2 കാരണങ്ങളാണ്. ഒന്ന്, ഓപ്പറേഷൻ സിന്ധു ഇസ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ യൂട്യൂബിന് ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉള്ള ഒരു ടോപ്പിക്കാണത്. നമ്മൾ പറയുന്നതിൽ ഒരു വേർഡോ എന്തെങ്കിലും അല്ലെ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള ഒരു പോസ്റ്റോ ഒരു ന്യൂസോ മാറിപ്പോയാൽ തന്നെ ആ സെക്കൻഡ് എൻ്റെ ചാനൽ ബാനാണ്. പിന്നെ ഇന്ത്യയിൽ എനിക്ക് എൻ്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, എല്ലാ ടോപ്പിക്കും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നതെങ്കിലും അത് പുറമേയോ വീഡിയോയിൽ ഞാൻ പറയുന്ന വ്യക്തിക്കോ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഞാൻ എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പം ഈ പറയുന്നൊരു ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെ കാഴ്ചപ്പാടും ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ വ്യത്യസ്തമാണ്. ആൻഡ് അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. അത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും ഉള്ള പോലെ തന്നെ എൻ്റെ മൈൻഡിൽ എൻ്റേതായ ഒരു പോയിൻ്റ് ഉണ്ട്. ഞാനൊരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യൻ്റെ പ്രവൃത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയല്ലേ നിൽക്കൂ. പിന്നെ കുറേ നോക്കിയല്ലോ, പിന്നെയല്ലേ ഒരു തിരിച്ചടി കൊടുത്തതും കൊടുക്കേണ്ട ആൾക്കാർക്കാണ് കൊടുത്തത്. കുറേ ആയല്ലോ അവരിങ്ങനെ കളിക്കുന്നത്. അങ്ങനെ ഇപ്പം യുദ്ധമൊക്കെ യുദ്ധം അവസാനിച്ചെങ്കിലും ഇന്ത്യക്കും പാകിസ്ഥാനും ഉള്ളതിലുപരി യുദ്ധമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് തിങ്, റിയാസ് സലീം. പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിൽ കൂടെ പെട്ടെന്ന് ഫെയിമിൽ എത്തിയിട്ടുള്ള ഒരാളാണ് റിയാസ് സലീം എന്ന് പറയുന്നത്. എനിക്ക് റിയാസ് സലീമിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം എൻ ഹാർഡ് കോർ ഫാൻ ഓഫ് ഹിസ് മേക്കപ്പ്. ആളുടെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മേക്കപ്പിനോട് താല്പര്യമുള്ള ഒരാളോട് റിയാസ് സലീമിൻ്റെ മേക്കപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലിപ് ഷെയ്ഡ് ആണെങ്കിലും ബ്ലഷിങ് പാറ്റേൺ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫോളോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അക്കൗണ്ട് കാണുമ്പോൾ ജസ്റ്റ് 1-2 വീഡിയോസ് കാണുക അല്ലാണ്ട് റിയാസ് സലീം എന്ന് പറയുന്ന ആസ് എ കണ്ടസ്റ്റൻറ്റ് എന്ന നിലയിൽ ഇഷ്ടമാണോ ചോദിച്ചാൽ ഇറ്റ് വാസ് ഫൈൻ. ബിഗ് ബോസിൽ അത്യാവശ്യം ഒരു 10 കണ്ടസ്റ്റൻ്റ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഒരാളാണ് തന്നെ. പക്ഷെ അതിന് ശേഷമുള്ള റിയാസ് സലീമിന് ഇൻ്റർവ്യൂസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. എനിക്ക് പേഴ്സണലി റിയാസ് സലീമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഫസ്റ്റ് തിങ് ഭയങ്കര ഒരു അഹങ്കാരമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാത്തിനോടും ഒരു അൾട്ടിമേറ്റ് പുച്ഛമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഞാനെന്തോ വലിയൊരു സംഭവമാണ്, ബാക്കിയുള്ള എല്ലാം ഒരു ശിശുവാണ് എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് 3 എനിക്ക് പേഴ്സണലി റിയാസ് സലീമിൻ്റെ ഇൻ്റർവ്യൂസിന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ശരിയാവാം തെറ്റാവാം ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ കാര്യങ്ങൾക്ക് ആള് റിയാക്ട് ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ എല്ലാത്തിനെയും കളിയാക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ടുള്ളൊരു റെസ്പോൺസാണ്. ഈവൻ ഇപ്പോൾ ഒരേ വിഷയത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരു 100 ആൾ റിയാക്ട് ചെയ്യുകയാണെങ്കിലും ഓക്കെ 100 ആൾ പറഞ്ഞല്ലോ, ഇതാണ് ഫാക്റ്റ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത, എല്ലാവരും ഒരു സർക്കാസ്റ്റിക് രീതിയിലൊരു കളിയാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും തൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി പറയുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിലും റിയാസ് അഭിപ്രായം പറഞ്ഞു.
ഇന്ത്യക്കെതിരെ ആയിട്ടാണ് ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഉദ്ദേശമുള്ളൂ. ഇന്ത്യത്തെ ആൾക്കാരെല്ലാം പാകിസ്ഥാനത്തെ കുട്ടികളെയെല്ലാം വെടിവെച്ച് കൊന്നുവെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതൊന്ന് സ്റ്റോറിയാണ് ഇട്ടത്. അതൊന്നും ഞാനിപ്പോൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രയോ ആൾക്കാരുടെ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. മേ ബി ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ചിലപ്പോൾ എൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. അത് വീണ്ടും വീണ്ടും പറയാനുള്ള. ഇപ്പോൾ നിങ്ങൾ വലിയൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്, അത്യാവശ്യം നല്ല ഫോളോയിങ്, എനിക്കറിയില്ല, ഞാനിവിടെ കൊടുക്കാം, ഫോളോവേഴ്സ് ലിസ്റ്റുള്ള ഒരാളാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറിയോ പോസ്റ്റോ കാര്യങ്ങളോ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ആൾക്കാരുടെ അടുത്തോട്ട് ഈ ന്യൂസ് പോകും. വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. പക്ഷെ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യനെ കുറ്റം പറയുക. അപ്പോൾ നിങ്ങളൊരു ഇന്ത്യയിലിരുന്ന് ഇന്ത്യനെ കുറ്റം പറഞ്ഞാൽ എന്താ? പക്ഷേ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് തീരെ വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത ആളുടെ പേര് തനൂബ് എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ചെയ്തു. തനൂബിന് ഒരു വലിയൊരു മെസ്സേജൊക്കെ അയച്ചിട്ട് തനൂബിന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതാണ് തനൂബ് ആളുടെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം. ചുമ്മാ കളിക്കാൻ നിന്നിട്ട് വലിയ പണി മേടിച്ച് കൂട്ടല്ല. ഇൻസ്റ്റാഗ്രാം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, അത് അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും തടി ഇപ്പോഴും ഞാൻ തുറന്ന് ഓപ്പണായിട്ടൊക്കെ പറയാത്ത. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് റിയാസ് കേട്ടോ. വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് അവിടെ എവിടെയും കണ്ട വ്യാജ വാർത്തകൾ എടുത്ത് ഷെയർ ചെയ്തിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ ഇരിക്കരുത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ തീർന്നത് മുഴുവൻ പാകിസ്ഥാനിലെ തീവ്രവാദികളാണ്. അപ്പൊ ഏത് ഇന്നസെന്റ് ആയിട്ടുള്ള പാകിസ്ഥാൻ? അങ്ങനെ ഇതാണ് തനൂബ് വീഡിയോ ഇട്ടു. തനൂബിനോട് കുറച്ച് റോങ് ഒക്കെ ആയിട്ട് തനൂബിനൊരു മെസ്സേജ് അയച്ചു. തനൂബിൻ്റെ ചാനലിന് റീച്ച് കിട്ടിയിരിക്കുന്നത് എൻ്റെ ടോപ്പിക് ഇട്ടത് കൊണ്ടാണ്. സോക്കോൾഡ് അഹങ്കാരം, ആ സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങ് വന്നു. തനൂബിനെതിരെ കേസൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ പോയി. അങ്ങനെ റിയാസ് എല്ലാവരുടെ അടുത്തും വീഡിയോ എടുക്കണം എന്ന് പറയണം. എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടിരുന്നു, അത്യാവശ്യം നല്ല റീച്ച് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻഫ്ലുവൻസർ വിവീൻ്റെ അടുത്തും പറഞ്ഞു എന്ന് തോന്നുന്നു വീഡിയോ എടുക്കണമെന്നോ എന്തൊക്കെയോ എനിക്കറിയില്ല. അവിടെ ഞാൻ വിവീൻ്റെ അടുത്ത് പറഞ്ഞു, നീ എങ്ങനെ വീഡിയോ എടുത്താൽ നിൻ്റെ പേരിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ എടുക്കുന്നു. സത്യം പറയാം, ഞാൻ പറഞ്ഞ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തോന്നിയത് ആയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് നാലാളതിനെ കുറ്റം പറയുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് കൊണ്ടൊന്നും കാര്യമില്ല. അല്ലെ പറയാൻ നിൽക്കരുത്. അവനവൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. ആരെന്തൊക്കെ പറഞ്ഞാലും റിയാക്ട് ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നോളാം. അല്ലാണ്ട് 10 ആൾ അതിനെ കയറി സംസാരിച്ചു എന്ന് കരുതിയിട്ട് റിയാസ് സലീം ചെന്നിട്ട് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് പ്രസംഗിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പേടിയാണെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത്, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുത്തി എന്താ പറയുക, ഇങ്ങനെ ഫ്രണ്ടോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു പെർട്ടിക്കുലർ ലേഡി തിരിച്ച് റിയാസ് സലീമിനൊരു പണി കൊടുത്തത്. അതാണ് നമ്മളുടെ ഇന്ന് കുറേ ദിവസമായിട്ടുള്ള റിയാസ് സലീമിൻ്റെ ഈ സാധനങ്ങൾ കണ്ടപ്പം ഒരു പർട്ടിക്കുലർ വുമൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും പറയുന്നില്ല. സൈബർ സെല്ലിൽ ആദ്യം ഒരു കേസ് കൊടുത്തു. റിയാസ് സലീമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. സൈബർ സെല്ലുകാർക്ക് കേസ് കൊടുത്താലുള്ള അവസ്ഥ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാലോ. വേണ്ടാന്ന് കരുതി ബുദ്ധിപരമായി ഇമെയിൽ ടു മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിനും ആളെന്ത് ചെയ്തിട്ടുണ്ട്, ഈ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അർജൻറ്റ് ആക്ഷൻ റിക്വസ്റ്റഡ് സൈബർ ടെററിസം അഗെയിൻസ്റ്റ് ഇൻഫ്ലുവൻസർ. പിന്നെ ഒരു കംപ്ലൈൻറ്റ് എഴുതി, ഡിയർ സാർ ഓർ മാഡം, ഐ എം റൈറ്റിംഗ് to formally request urgent attention and action regarding a cyber terrorism complaint field through the National Cyber Crime Reporting Portal. The complaint involved public influencer who has been posting content on Instagram that promote anti-national sentiments and misinformation. അതുകൊണ്ട് ആൾ എന്താണ് പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം ആണ്, ഡേറ്റ് പിന്നെ എന്താണ് ഹാൻഡിൽ ചെയ്യുന്ന റിയാസ് സലീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇപ്പം കൊടുത്തിട്ടുണ്ട്. സ്റ്റോറി ഇങ്ങനെ അയച്ചതായിരുന്നു. അവനെന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചത്. ഞാൻ ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് ഇതൊരു ചെറിയ വിഷയമൊന്നുമല്ല. നമ്മൾ ഈ സാധാരണ എന്തെങ്കിലുമൊക്കെ വിഷയത്തിന് വായ തോന്നിയത് പറയുന്നത് പോലെയല്ല ഇവിടെ ഇന്ത്യനെ പാകിസ്ഥാനിൽ നടക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ അവർ തന്നെ സ്പ്രെഡ് ചെയ്ത ഒരു ഫേക്ക് ന്യൂസിന് അഗെയിൻസ്റ്റ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പം
ഇതെന്തായാലും ഒരു കേസാവും. പണി കിട്ടേണ്ട കിട്ടും. കുറേ ആയി ആൾക്കാർ ഈ കളിയാക്കലും പരിഹാസവും പുച്ഛവും ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഇപ്പം ഞാൻ ഈ വീഡിയോ സംസാരിക്കാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി പറയാനല്ല. കാരണം റിയ സലീമിനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കരുത്. 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുക. കാരണം എനിക്ക് തന്നെ അറിയാം, ചില ടോപ്പിക്കുകൾ എന്നോട് റിയാക്ട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഒരു 2-3 ദിവസം കഴിയട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഏത് വീഡിയോ കണ്ടാലും അറിയാം, ഞാൻ അന്ന് ആ സെക്കൻഡിൽ ഒരു വീഡിയോയും ഇടലില്ല. എനിക്ക് 2-3 ദിവസം കണ്ട് അതിനൊരു ക്ലാരിറ്റി കിട്ടി, ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ. ഞാൻ ഡിലീറ്റ് ചെയ്താലും ഞാൻ സംസാരിച്ച ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൽ ആ സാധനം പോയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് അത് അവിടെ തീർന്ന്. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പറയാൻ മേലില്ലാത്ത കാര്യങ്ങൾ വെറുതെ കയറി പറയാൻ നിൽക്കരുത്. ആൻഡ് സെക്കൻഡ് തിങ്, പറയുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഉറച്ചു നിൽക്കണം. ഇത് സോഷ്യൽ മീഡിയ ആണ്. 24 മണിക്കൂറും നിങ്ങളിങ്ങനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ആദരിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തുമൊന്നുമില്ല. തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയുക തന്നെ ചെയ്യും. റിയ സലീം ഈ ചെയ്തൊരു കാര്യം തെറ്റായതുകൊണ്ടാണ് ഇത്രയും ഹെയ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ വന്നത്. അത് അക്സെപ്റ്റ് ചെയ്യും. വെറുതെ ഈ കണ്ടന്റ് ഇടുന്ന ആൾക്കാർക്ക് കയറി മെസ്സേജ് അയച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുക്കുന്നോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ. സോ എല്ലാവരും ഇനി സോഷ്യൽ മീഡിയയിൽ കളിക്കുമ്പോൾ നോക്കിയും കണ്ടും കളിക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.